എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 21 ശുക്രൻ രാശി മാറുകയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും രാശി മാറ്റങ്ങൾ ഓരോ രാശിക്കാരെയും പല വിധത്തിൽ സ്വാധീനിക്കാറുണ്ട്. അത് പോസിറ്റീവായിട്ടും സ്വാധീനിക്കാറുണ്ട്, നെഗറ്റീവായിട്ടും സ്വാധീനിക്കാറുണ്ട്. ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ കൂടുതൽ ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശുക്രൻ കർക്കടകം രാശിയിലേക്കാണ് രാശി മാറുന്നത്. കർക്കടക രാശിയിലേക്കുള്ള രാശിമാറ്റം അത്രയൊരു നിസാര ഫലങ്ങളല്ല നിങ്ങൾക്ക് ശുക്രൻ നൽകാൻ പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മികച്ച അവസ്ഥയിലേക്കാണ് ശുക്രൻ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം ഒന്നും വേണ്ട. സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒക്കെ അധിപനാണ് ശുക്രഗ്രഹം. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഈ രാശി മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നതുമാണ്. അതുമാത്രമല്ല, ജീവിതത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയത്താണ് സംഭവിക്കാൻ പോകുന്നതും. ഓഗസ്റ്റ് 21 ശുക്രൻ മിഥുനത്തിൽ നിന്ന് കർക്കടകത്തിലേക്ക് രാശി മാറുന്നത്. സെപ്റ്റംബർ മാസം 15 പുലർച്ചെ ഒരു 12 മണി വരെയൊക്കെ അത് കർക്കടകൻ രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നതാണ്. പിന്നീട് ചിങ്ങത്തിലേക്ക് രാശി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയം ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്കൊക്കെ വളരെയധികം ഗുണപ്രദമായ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭൗതിക സുഖങ്ങൾക്കൊക്കെ പുറമെ ആത്മീയ സുഖങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. സമ്പത്തിൻ്റെ കുത്തൊഴുക്കാണ് ചില രാശിക്കാരിൽ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. സമ്പത്തിൻ്റെ കുത്തൊഴുക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ സമ്പത്തിങ്ങനെ കയ്യിലിട്ട് ഒഴുകി വരും എന്നല്ല അർത്ഥമാക്കുന്നത്. പലപ്പോഴും നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സൈറ്റിലൊക്കെ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പണിയെല്ലാം തീർത്ത് വൈകിട്ട് കാശിനായിട്ട് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ വരുന്നത്. കോൺട്രാക്ടർ ഇന്ന് വരികയില്ല, നാളെ വരുള്ളൂ, അപ്പോൾ കൂലി നാളെ കിട്ടുകയുള്ളൂ, അപ്പോൾ അവിടെ സാമ്പത്തികം തടസ്സപ്പെട്ടു. ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇപ്പോൾ കിട്ടും എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന സാമ്പത്തികം പല കാര്യങ്ങളാലും തടസ്സപ്പെടുന്ന പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട്. അതെല്ലാം മാറും എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള പൈസയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പണത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മളിലേക്കുണ്ടാകും എന്നാണ് അർത്ഥമാക്കുന്നത്. ശുക്രൻ്റെ ഈ സംയോജനം ഏതൊക്കെ രാശിക്കാരിൽ ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിക്കാരിൽ അവരുടെ 4-ാം ഭാവത്തിലാണ് ഈ സംക്രമണം നടക്കുന്നത്. ഇത് മേടം രാശിക്കാർക്ക് പല അനുകൂലമായ മാറ്റങ്ങളും നൽകുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾക്ക് ഇത് എന്ന് ഓർക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ മുകളിൽ എത്തുന്നതാണ്. കൂടാതെ സാമ്പത്തിക നിക്ഷേപത്തിനും അനുകൂലമായ സമയമാണ്. സാമ്പത്തിക നിക്ഷേപമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു സമയമാണ് ഇത്. മേടം രാശിക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ദീർഘകാലമായിട്ടൊക്കെ കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ ഫലമൊന്നും ലഭിക്കാതെയൊക്കെ ഇരുന്നവരാണെങ്കിൽ ഈ സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ പഴയ ഇതെല്ലാം കൂടെ തീർത്ത് ഒരുമിച്ച് ഫലം ലഭിക്കുന്ന സമയമാണെന്ന് പറയാം. ഇനി വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. പലർക്കും പല ആലോചനകളൊക്കെ വന്നിട്ടും വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവരുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകുന്നു. അതുപോലെ ലവ് റിലേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രണയമൊക്കെ വിവാഹത്തിലേക്ക് എത്തുന്നതിനുമുള്ള യോഗമുണ്ട്. അടുത്തത് ഇടവൻ രാശിക്കാരാണ്. ഇടവൻ രാശിക്കാരിൽ ശുക്രൻ്റെ കർക്കടകത്തിലേക്കുള്ള സംക്രമണം സംഭവിക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ അവർക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടാകും.
എങ്കിലും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നമൊക്കെ നേരിടുന്നവരാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യുന്നതാണ്. ആരോഗ്യകാര്യത്തിലും വളരെ മെച്ചപ്പെട്ട അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ദീർഘകാലമായിട്ടൊക്കെ മാറില്ലെന്നൊക്കെ കരുതിയ പല രോഗങ്ങൾക്കും ആശ്വാസമൊക്കെ തീർച്ചയായും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ അനുസരിച്ച് പണം ചിലവാക്കുന്നതിനും ആഡംബര ജീവിതമൊക്കെ നയിക്കുന്നതിനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലും അഭിമാനത്തിനുള്ള എന്തെങ്കിലും വകയൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതും ആയിരിക്കും. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് അവരുടെ 2ാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. ഈ സമയത്ത് ശുക്രൻ അതിൻ്റെ എല്ലാ നന്മകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതവും വളരെയധികം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പലതും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തൊക്കെ പോകാനൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അവർക്ക് വിദേശത്തൊക്കെ പോകാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിന് ഏറ്റവും അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം. വിദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവരുടെ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതുമാണ്. ഇതെല്ലാം തന്നെ ധാരാളം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരവസ്ഥയാണ്. രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാമ്പത്തികമായ സുരക്ഷിതത്വമൊക്കെ ഉറപ്പുവരുത്താനും സാധിക്കുന്നതാണ്. അടുത്ത തുലാം രാശിയാണ്. തുലാം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ശുക്രൻ എത്തുന്നത്. ഇത് അതിശക്തമായ ഒരു രാജയോഗ സമാനമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുണ്ടായാലും അതിനൊക്കെ പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതിനും നിങ്ങളുടെ നേട്ടങ്ങളിലൊക്കെ സ്വയം അഭിമാനിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നതാണ്. കരിയറിലാണെങ്കിൽ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുമാത്രമല്ല, ഈ തേടിയെത്തുന്ന അവസരങ്ങളെല്ലാം തന്നെ നിങ്ങളെ വളരെയധികം ഉയരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാമ്പത്തികമായ കാര്യത്തിലും വളരെയധികം സുരക്ഷിതത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെയാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് തുലാം രാശിക്കാർക്ക് സംഭവിക്കുന്നത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ മേടൻ രാശിക്കാർ, ഇടവൻ രാശിക്കാർ, മിഥുനൻ രാശിക്കാർ, തുലാം രാശിക്കാർ എന്നീ 4 രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റത്തിലൂടെ സംഭവിക്കുന്നത്. ഈ 4 രാശിക്കാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മറ്റ് രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുകയില്ല എന്നല്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഗുണഫലങ്ങൾ ശുക്രൻ ഈ രാശിക്കാർക്കായിരിക്കും നൽകുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. തൊട്ടടുത്തുള്ള ദേവീ ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭ അവസരം വളരെയധികം ഭംഗിയായി വിനിയോഗിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.